ഇഫ് കമാൻഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻസിനെ പൈത്തൺ പ്രോഗ്രാമിംഗിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടീഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയ ആൻഡ് ഓർ എങ്ങനെ യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാം, അതുപോലെ ഒരു ഈഫിനകത്ത് വേറൊരു ഈഫ് കൊടുത്ത് നെസ്റ്റഡ് ഈഫ് കണ്ടീഷൻസ് എങ്ങനെ കൊടുക്കാം, കുറേ അധികം കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാച്ച് കേസ് കമാൻഡ് യൂസ് ചെയ്ത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം തുടങ്ങി കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടീഷൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പൈത്തൺ കമാൻഡ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം ആൻഡ് ഓപ്പറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു. നമ്മൾ കാറിന് ഇൻഷുറൻസ് എടുക്കാൻ പോയി. മാരുതിയുടെ വണ്ടിയാണെങ്കിൽ അവർക്ക് ലോയൽറ്റി ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. എന്താണ്? കഴിഞ്ഞ വർഷം നിങ്ങൾ ക്ലെയിം ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഷുറൻസ് കമ്പനി ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിന് എലിജിബിൾ ആണോ അല്ലയോ എന്ന് നോക്കാനുള്ള പ്രോഗ്രാമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. കാർ ബ്രാൻഡ് മാരുതി, നമ്മൾ ഒരു ക്ലെയിം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇനി കോഡിൽ എങ്ങനെയാണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്? കാർ ബ്രാൻഡ് ഈക്വൽ ടു, രണ്ടാമത്തെ കണ്ടീഷനോ പാസ്റ്റ് ക്ലെയിം കൗണ്ട് ഈക്വൽ ടു 0. ഈ രണ്ട് കണ്ടീഷനും കൂടെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ആൻഡ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുത്തതിൻ്റെ അർത്ഥം ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത കണ്ടീഷനും റൈറ്റ് സൈഡിൽ കൊടുത്ത കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഈഫിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആയാലോ അല്ലെങ്കിൽ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ എൽസിന് ശേഷം കൊടുത്തിരിക്കുന്ന കമാൻഡ് വർക്ക് ചെയ്യും. നമ്മുടെ കേസിൽ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് നോട്ട് എലിജിബിൾ എന്നാ, നോട്ട് എലിജിബിൾ ഫോർ ലോയൽറ്റി ഡിസ്കൗണ്ട് പ്രോഗ്രാം. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ക്ലെയിം സബ്മിറ്റ് ചെയ്തിരുന്നു. കണ്ടില്ലേ, ക്ലെയിം കൗണ്ട് 1. അതുകൊണ്ട് ആൻഡിന്റെ റൈറ്റ് സൈഡിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല. ലെഫ്റ്റ് സൈഡിലുള്ളത് സാറ്റിസ്ഫൈ ആയി, കാരണം നമ്മുടെ വണ്ടി മാരുതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞത്. ഞാൻ ഈ കണ്ടീഷൻ ഒന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ ക്ലെയിം കൗണ്ട് 0 ആക്കി കോഡ് റൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എലിജിബിൾ ഫോർ ലോയൽറ്റി ഡിസ്കൗണ്ട് പ്രോഗ്രാം. എലിജിബിൾ ആണ്. എന്താ കാരണം? ഇവിടെ കാറ് നമ്മുടെ വണ്ടി മാരുതിയാണ്. അതുപോലെ കഴിഞ്ഞ വർഷം നമുക്ക് ക്ലെയിം ഒന്നും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ആൻഡിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. അതുകൊണ്ട് എലിജിബിൾ ഫോർ ലോയൽറ്റി പ്രോഗ്രാം ഇവിടെ പ്രിൻറ്റ് ചെയ്തത്. ഇനി ഞാൻ വേറൊരു ചേഞ്ച് വരുത്തി. നമ്മൾ മഹേന്ദ്രയുടെ വണ്ടിയാണ് ഇൻഷുർ ചെയ്യുന്നത്. എന്നിട്ട് കോഡ് റൺ ചെയ്യാം. എലിജിബിൾ ആണോ? അല്ല, നോട്ട് എലിജിബിളാണ്. എന്തുകൊണ്ടാണ്? ക്ലെയിം ഒന്നുമില്ല, പക്ഷേ ആദ്യത്തെ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ ആൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും കണ്ടീഷൻ ഉണ്ടാവാം, റൈറ്റ് സൈഡിലും കണ്ടീഷൻ ഉണ്ടാവാം. പക്ഷേ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ ഈഫിന് ശേഷം കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് കണ്ടീഷൻ ട്രൂ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിലേതെങ്കിലും ഒരെണ്ണം ഫെയിൽ ആയാൽ നേരെ എൽസ് പാർട്ടിലേക്കാണ് പോവുക. എന്നാൽ ഓർ ലോജിക്കൽ ഓപ്പറേറ്റർ ആണെങ്കിലോ ലെഫ്റ്റിലും റൈറ്റിലും കൊടുത്തിരിക്കുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആയി. ഉദാഹരണമായി നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കാറാണെങ്കിൽ അതിനെ ഹൈ റിസ്ക് പ്രീമിയം എന്നാണ് അവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. എന്താ കാരണം? ആ വണ്ടിക്ക് എന്തെങ്കിലും റിപ്പയർ വരാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെ? പഴയ വണ്ടിയല്ലേ. അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആക്സിഡന്റ് പറ്റിയിട്ടുള്ള വണ്ടിയാണെങ്കിൽ അതിനും ഹൈ റിസ്ക് പ്രീമിയം എന്നാണ് പറയുന്നത്. അയാളുടെ നിന്ന് 2 പ്രാവശ്യം പറ്റിയതാണല്ലോ, അപ്പോൾ ആക്സിഡന്റ് പറ്റാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ അത് ഹൈ റിസ്ക് പ്രീമിയം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ കോഡ് എഴുതിയിരിക്കുന്നത്? കാറിന്റെ ഏജ് 1, നമ്മുടെ പുതിയ വണ്ടിയാണ്, 1 വർഷമേ പഴക്കമുള്ളൂ. ആക്സിഡന്റ് എത്ര എണ്ണം പറ്റിയിട്ടുണ്ട്? ഒരെണ്ണേ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ നിന്ന് കാർ ഏജ് ഗ്രേറ്റർ ദാൻ 10, അതാണ് ആദ്യത്തെ കണ്ടീഷൻ. ഓറിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ആക്സിഡന്റ് കൗണ്ട് ലാസ്റ്റ് ഇയർ ഗ്രേറ്റർ ദാൻ 1, ഒന്നിലും കൂടുതലാണെങ്കിൽ. അപ്പോൾ ഇവിടെ ഓറിന്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ഉള്ള ഏതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ഹൈ റിസ്ക് പ്രീമിയമാണ്. ഇവിടെ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് പ്രീമിയം എന്ന. കാരണം എന്താ? പുതിയ കാറാണ്, അല്ലേ? 1 വർഷമായിട്ടുള്ളൂ. ആക്സിഡന്റ് എത്ര? 1 പറ്റിയിട്ടുള്ളൂ. 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല. അതുകൊണ്ടാണ് എൽസിലേക്ക് പോയത്. എന്നാൽ ഞാൻ കോഡ് ചേഞ്ച് ചെയ്യാം. നമ്മുടെ കാറിന് 11 വർഷം പഴക്കമുണ്ട്, പഴയ കാറാണ്. ഇപ്പം നമുക്ക് ഹൈ റിസ്ക് പ്രീമിയം എന്നാണ് കിട്ടിയത്. കാരണം 2 കണ്ടീഷനിലെ ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആയി, അല്ലേ? കാർ ഏജ് ഗ്രേറ്റർ ദാൻ 10 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയി. നമ്മുടെ കാറിന് 11 years ഓൾഡ് ആണ് നമ്മുടെ കാർ. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ റിസ്ക് പ്രീമിയം എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോയത്. നമുക്ക് കോഡൊന്ന് ചേഞ്ച് ചെയ്ത് ഇത് 1 തന്നെ ആക്കി. ആക്സിഡന്റ് കൗണ്ട് എന്നുള്ളത് 2 ആക്കി. പുതിയ കാർ തന്നെ, പക്ഷേ 2 ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. ഇനി കോഡ് റൺ ചെയ്ത് നോക്കി. അപ്പോഴും ഹൈ റിസ്ക് പ്രീമിയം എന്നാണ് പ്രിന്റ് ചെയ്തത്. കാരണം എന്താ? ഇവിടെ കൊടുത്ത 2 കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ, ഓറിന്റെ റൈറ്റ് സൈഡിൽ കൊടുത്ത കണ്ടീഷൻ ട്രൂ ആയി. ആക്സിഡന്റ് കൗണ്ട് ലാസ്റ്റ് ഇയർ എന്നുള്ളത് 2 ആണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ, 2, 3, 4 എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതിനു വേണ്ടി നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സായ ആൻഡും ഓറും യൂസ് ചെയ്യാം. ഇനി പറയാൻ പോകുന്ന കൺസെപ്റ്റിനെ ബൂലിയൻ ഷോർട്ട് സർക്യൂട്ടിംഗ് എന്നാണ് പറയുക. നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഓരോ കണ്ടീഷനും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പൈത്തൺ കമ്പൈലർ ഒരു ഓർഡർ യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് ഇവാലുവേറ്റ് ചെയ്ത് പോവുക. ഏത് കണ്ടീഷൻ കൊടുത്താലും ആൻഡ് ആണെങ്കിലും ഓർ ആണെങ്കിലും ആദ്യം ലെഫ്റ്റിൽ നിന്നാണ് എപ്പോഴും ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ എക്സാമ്പിളിൽ നമ്മുടെ കണ്ടീഷൻ കാർ ബ്രാൻഡ് ഈക്വൽ ടു മാരുതി ആൻഡ് പാസ്റ്റ് ക്ലെയിം കൗണ്ട് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ പൈത്തൺ ആദ്യം നോക്കുന്ന കണ്ടീഷൻ ഏതായിരിക്കും? ബ്രാൻഡ് മാരുതി ആണോ? അത് ട്രൂ ആണ്.
അതുകൊണ്ട് അടുത്ത കണ്ടീഷൻ പോയി നോക്കും. എന്നാൽ ബ്രാൻഡ് മാരുതി അല്ലെങ്കിലോ മഹേന്ദ്ര ആണെങ്കിലോ അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ തന്നെ ഫോൾസ് ആയി. അപ്പോൾ ആൻഡിൻ്റെ പ്രത്യേകത എന്താ? എത്ര കണ്ടീഷൻ കൊടുത്താലും ആ എല്ലാ കണ്ടീഷനും ട്രൂ ആണെങ്കിലാണ് കണ്ടീഷൻ ട്രൂ എന്ന് പറയുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ തന്നെ മാരുതി അല്ല മഹേന്ദ്രയാണ്. അപ്പോൾ ആ കേസിൽ പൈത്തൺ കമ്പൈലർ രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയേയില്ല. അപ്പോൾ പൈത്തൺ പറയുന്നത് അങ്ങനെ ഈ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അത് അൺനെസസറി എന്നാണ് പറയുന്നത്. കാരണം രണ്ട് കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമല്ലേ ആൻഡ് ട്രൂ ആവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആദ്യം തന്നെ ഫെയിലായി. ഇനി രണ്ടാമത്തെ നോക്കിയിട്ട് എന്തിനാ വെറുതെ സമയവും റിസോഴ്സസും ഫെയിലാക്കുന്നത്, വേസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കില്ല. അപ്പോൾ ഓറിൻ്റെ കേസിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ കാറിൻ്റെ ഏജ് എത്രയാണ്? 11. ആക്സിഡൻറ്റ് ഇയർ 2. ഇപ്പോൾ ഓറിൻ്റെ കേസിലാണെങ്കിൽ നമ്മളിവിടെ രണ്ട് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ആയാൽ മതി. കാർ ഏജ് ഗ്രേറ്റർ ദാൻ 10 ആൻഡ് ആക്സിഡൻറ്റ് കൗണ്ട് ഗ്രേറ്റർ ദാൻ 1. ഇപ്പോൾ നമ്മുടെ കേസിൽ ഇവിടെ രണ്ടും ട്രൂ ആണെങ്കിലും പൈത്തൺ ആദ്യത്തെ കണ്ടീഷൻ മാത്രമേ നോക്കുള്ളൂ. കാർ ഏജ് ഗ്രേറ്റർ ദാൻ 10 ആണ് നോക്കുള്ളൂ. രണ്ടാമത്തെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ആദ്യത്തെ ട്രൂ ആയി കഴിഞ്ഞാൽ ഓർ കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ബാക്കി എത്ര കണ്ടീഷൻ ഉണ്ടെങ്കിലും അത് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പൈത്തൺ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ നോക്കില്ല. എന്നിട്ട് പറയും അത് ഹൈ റിസ്ക് പ്രീമിയം ആണെന്ന് പറയും. 1 കൊടുത്ത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നോക്കിയപ്പോൾ അത് ഫോൾസ് ആയി അല്ലേ? 1 ഇയർ ഓൾഡ് ആണ് നമ്മുടെ കാറ്. അപ്പോൾ എന്ത് ചെയ്യും? നേരെ പോയി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 10 കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. 10 കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ നോക്കി, ഓറിൻ്റെ കേസിലാണ് പറയുന്നത്, ആദ്യത്തെ കണ്ടീഷൻ നോക്കി ട്രൂ ആണ്, എന്നാൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അന്ന സമയം ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷനിൽ പോയി നോക്കി, അത് ട്രൂ ഫോൾസാ? അത് ട്രൂ ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഫോൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ നോക്കി, മൂന്നാമത്തെ കണ്ടീഷൻ നോക്കി. അങ്ങനെ എത്ര കണ്ടീഷൻ ഉണ്ടെങ്കിലും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഓരോ കണ്ടീഷനെയും എടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണ് പൈത്തൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെ ബൂളിയൻ ഷോർട്ട് സർക്യൂട്ടിംഗ് എന്നാണ് പറയുക. ഇനി ചില സമയങ്ങളിൽ നമുക്ക് ചെയിൻഡ് കമ്പാരിസൺ ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത എക്സാമ്പിളിൽ കണ്ടോ, കാറിൻ്റെ വാല്യൂ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ എൻഡ് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ഹൈ എൻഡ് ഇൻഷുറൻസിന് എലിജിബിൾ അല്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കാർ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ലക്ഷം ആൻഡ് കാർ വാല്യൂ ലെസ് ദാൻ 10 ലക്ഷം എന്ന് കൊടുത്തു. നമ്മുടെ കാറിൻ്റെ പ്രൈസ് 7,50,000 അപ്പോൾ അതുകൊണ്ട് അത് ഹൈ എൻഡിന് എലിജിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സിമ്പിളായിട്ട്, കുറച്ചുകൂടെ റീഡബിളായിട്ട് നമുക്ക് കണ്ടീഷൻസ് എഴുതാൻ പറ്റും. അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയ എക്സാമ്പിളാണ് സ്ക്രീനിൽ കാണുന്നത്. നമ്മൾ ആൻഡ് ഒന്നും യൂസ് ചെയ്തില്ല. അതിന് പകരം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കും. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ 500,000 ലെസ് ദാൻ കാർ വാല്യൂ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? 5 ലക്ഷത്തിനേക്കാൾ കൂടുതലായിരിക്കണം, അതുപോലെ 10 ലക്ഷത്തിനേക്കാൾ താഴെയായിരിക്കണം. അപ്പോൾ ഇങ്ങനെയും പൈത്തണിൽ മൾട്ടിപ്പിൾ കണ്ടീഷനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് നെസ്റ്റഡ് ഈഫ് ആണ്. നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഈഫിനകത്ത് വേറൊരു ഈഫ് കൊടുക്കുക, അതിനകത്ത് വേറൊരു ഈഫ് കൊടുക്കുക. അപ്പോൾ ഒരു ഈഫിനകത്ത് വേറൊരു ഈഫ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നെസ്റ്റഡ് ഈഫ് കണ്ടീഷൻ എന്നാണ് പറയുക. അതിൻ്റെ എക്സാമ്പിളാണ് സ്ക്രീനിൽ കാണുന്നത്. നമ്മളിവിടെ പറയാണ് മാരുതിയുടെ SUV ആണെങ്കിൽ അതിനെ മാരുതി ലോയൽറ്റി ഡിസ്കൗണ്ട് പ്രോഗ്രാമിന് എലിജിബിൾ ആണെന്ന് പറയാം. എന്താണ് കണ്ടീഷൻ? മാരുതിയുടെ SUV ആയിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? കാർ ബ്രാൻഡ് മാരുതി, ഓക്കെ, ടൈപ്പ് SUV. ആദ്യത്തെ കണ്ടീഷൻ ഇഫ് കാർ ബ്രാൻഡ് ഈക്വൽ ടു മാരുതി. ഇനി കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താ ചെയ്യുക? ഈഫിനകത്തുള്ളത് വർക്ക് ചെയ്യും അല്ലേ? കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലോ എൽസിന് താഴെയുള്ളത് വർക്ക് ചെയ്യും. ഇനി നമുക്ക് മാരുതി ആണോന്നും നോക്കണം, അതിന് SUV ആണോന്നും നോക്കണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് വേറൊരു കണ്ടീഷൻ കൊടുത്തു. എന്താണ്? ഇഫ് കാർ ടൈപ്പ് ഈക്വൽ ടു SUV. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ, അതായത് കാർ ബ്രാൻഡ് ഈക്വൽ ടു മാരുതി ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഈ കോഡിനകത്ത് പോവുള്ളൂ, ഈ കണ്ടീഷനകത്ത് പോവുള്ളൂ. എന്നിട്ട് ചെക്ക് ചെയ്യും കാർ ടൈപ്പ് ഈക്വൽ ടു SUV ആണോ, അങ്ങനെയാണെങ്കിൽ എലിജിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് എലിജിബിൾ ഫോർ മാരുതി ലോയൽറ്റി ഡിസ്കൗണ്ട് പ്രോഗ്രാം. അതേസമയം SUVക്ക് പകരം ഞാൻ സെഡാൻ ആണെങ്കിലോ ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആവും അല്ലേ? അതേസമയം മാരുതി അല്ല, ഹുണ്ടായി ആണെങ്കിൽ ഡിസ്കൗണ്ട് എലിജിബിൾ അല്ല. എന്താ കാരണം? ആദ്യത്തെ കണ്ടീഷൻ തന്നെ ഫോൾസ് ആയി. അതുകൊണ്ട് SUV ആണോ എന്ന് പോലും ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു ഡിസിഷൻ ട്രീ പോലെ അല്ലേ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്തത്, ഈ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ വേറൊരെണ്ണം ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനകത്ത് വേറൊരു കണ്ടീഷൻ കൊടുത്ത് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ട്രീ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ നെസ്റ്റഡ് കണ്ടീഷൻസ്, നെസ്റ്റഡ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ യൂസ് ചെയ്യാം. എന്നാൽ ഒരു വേരിയബിളിലെ വാല്യൂവിനെ ബേസ് ചെയ്ത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുക്കേണ്ട കേസ് വരികയാണെങ്കിൽ ഇങ്ങനെ ഈ ഫയൽസ് ഇങ്ങനെ നിരത്തി കൊടുക്കുന്നത് ഒരു നല്ല പ്രാക്ടീസ് അല്ല. അപ്പോൾ അതിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടി പൈത്തൺ 3.10-ൽ മാച്ച് കേസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. C അല്ലെങ്കിൽ C++ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്വിച്ച് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടാവും. അതിനെ ഈക്വലായിട്ട് പൈത്തണിൽ ഉള്ള കമാൻഡാണ് മാച്ച് കേസ് എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ടൈപ്പ് അനുസരിച്ച് ഏത് ടൈപ്പിലുള്ള പ്രീമിയമാണ് എലിജിബിൾ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ബേസിക് ആണോ, പ്രീമിയം ആണോ, ലക്ഷറി ആണോ, ഏത് ടൈപ്പിലുള്ള പ്രീമിയമാണ് എലിജിബിൾ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ഇവിടെ കാർ ടൈപ്പ് എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ അത് എന്തൊക്കെയാവാം? അത് SUV ആകാം, സെഡാൻ ആകാം, അതല്ലെങ്കിൽ കൺവെർട്ടിബിൾ ആകാം. അപ്പോൾ മാച്ച് കേസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്? മാച്ച് കേസിൻ്റെ സിൻടാക്സിൽ ആദ്യം തന്നെ കൊടുക്കുന്നത് മാച്ച്, അത് കഴിഞ്ഞ് വേരിയബിൾ ടൈപ്പ്, കാർ ടൈപ്പ്. നമ്മുടെ കാർ ടൈപ്പിലെ വാല്യൂവിനെ ബേസ് ചെയ്താണ് നമ്മുടെ കണ്ടീഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. കാർ ടൈപ്പിൽ പല വാല്യൂകൾ വരാം. ഓരോ വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറയാനാണ് കേസ് എന്ന് കൊടുക്കുന്നത്. ഇവിടെ ആദ്യം നമ്മൾ പറയാണ് കേസ് സെഡാൻ, കണ്ടോ? അത് കഴിഞ്ഞ് കോളൻ. ശ്രദ്ധിക്കണം, മാച്ച് കാർ ടൈപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കോളൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ബ്ലോക്കിനെയും നമ്മൾ കോളൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കേസ് സെഡാൻ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എലിജിബിൾ ഫോർ ബേസിക് ഇൻഷുറൻസ് എന്ന് പ്രിന്റ് ചെയ്യണം. ആ ബ്ലോക്ക് എൻഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും കൊടുക്കണ്ട, കാരണം നമ്മൾ ഇൻഡന്റേഷൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല SUV ആണെങ്കിലോ കേസ് SUV. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇഫ് കാർ ടൈപ്പ് ഈക്വൽ ടു SUV എന്നാണ് ഇങ്ങനെ കൊടുത്തതിൻ്റെ അർത്ഥം. അതാണെങ്കിൽ പ്രീമിയം ഇൻഷുറൻസ്. അടുത്ത കേസ് എന്താ? കാർ ടൈപ്പിലെ വാല്യൂ കൺവെർട്ടിബിൾ ആണെങ്കിൽ കേസ് കൺവെർട്ടബിൾ. ഇവിടെ കാർ ടൈപ്പിലെ വാല്യൂ സ്ട്രിങ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ വാല്യൂവിനെ കോട്ട്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺവെർട്ടബിൾ ആണെങ്കിൽ ലക്ഷറി ഇൻഷുറൻസ് ആണ്. ഇനി നമ്മൾ പറയാണ് കേസ് അണ്ടർസ്കോർ കോളൻ. ഇത് ഒന്നും, ഈ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ആയില്ല. ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സാറ്റിസ്ഫൈ ആയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനുവേണ്ടിയാണ് കേസ് അണ്ടർസ്കോർ കോളൻ എന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക? ഡിഫോൾട്ട് ഇൻഷുറൻസ് പ്ലാൻ അപ്ലൈ. അപ്പോൾ ഇവിടെ SUV ആണ് വാല്യൂ. അപ്പോൾ അതുകൊണ്ട് എലിജിബിൾ ഫോർ പ്രീമിയം ഇൻഷുറൻസ് എന്ന് പ്രിന്റ് ചെയ്തു. അപ്പോൾ ഈ മാച്ച് കേസിനകത്ത് നമ്മൾ 4 ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒന്ന് സെഡാൻ്റെ ബ്ലോക്ക്, അതുപോലെ SUVയുടെ കേസ് ബ്ലോക്ക്, കൺവെർട്ടബിളിൻ്റെ കേസ് ബ്ലോക്ക്, അതുപോലെ ഡിഫോൾട്ടായിട്ട് കൊടുക്കാനുള്ള ഒരു എൽസ് കൊടുക്കുന്ന പോലെ ഒരു കേസ് ബ്ലോക്ക്. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരെണ്ണേ വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാർ ടൈപ്പിലെ വാല്യൂ അനുസരിച്ച് ഇതിലെ ഏത് വാല്യൂ ആണ് വരുന്നത് അതനുസരിച്ച് ഈ 4 ബ്ലോക്കിലെ ഏതെങ്കിലും ഒരു ബ്ലോക്കാണ് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇവിടെ എലിജിബിൾ ഫോർ പ്രീമിയം ഇൻഷുറൻസ് എന്ന് പ്രിന്റ് ചെയ്യാൻ കാരണം എന്താണ്? കാർ ടൈപ്പ് SUV ആണ്. അപ്പോൾ ഇതിൽ SUV എന്ന് കൊടുത്തിരിക്കുന്ന കേസ് ബ്ലോക്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ബാക്കി എല്ലാം ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, കുറേ കൂടെ സ്ട്രക്ചേർഡ് ആണ്. അടുത്തതായി ഇമ്മീഡിയറ്റ് ഈഫ് എന്താണെന്ന് നോക്കാം. ചില സമയങ്ങളിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും. 1 ലൈനിൽ എഴുതേണ്ട സിറ്റുവേഷൻ. ആ സമയത്ത് ഈഫ് എൽസ് ബ്ലോക്കൊക്കെ എഴുതി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതുന്നതിന് പകരം നമുക്ക് ഇമ്മീഡിയറ്റ് ഈഫിനെ യൂസ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ഈഫിനെ ടെർണറി ഓപ്പറേറ്റർ എന്നാണ് പറയുക. അങ്ങനെ ഈഫിൻ്റെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സിൻടാക്സ് ആണ്. അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നമ്മുടെ എക്സാമ്പിളിൽ നമ്മുടെ ഇൻഷുറൻസ് പ്ലാൻ ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് അത് ഫുൾ കവറേജ് ആണോ ലിമിറ്റഡ് കവറേജ് ആണോ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടി ഒരു കണ്ടീഷൻ എഴുതണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കേട്ടിട്ടില്ലേ? തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് കവറേജേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻഷുറൻസ് പ്ലാൻ ഏതാണെന്ന് നോക്കി അത് ലിമിറ്റഡ് കവറേജ് ആണോ ഫുൾ കവറേജ് ആണോ എന്ന് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പം നമ്മുടെ ഇൻഷുറൻസ് പ്ലാന് തേർഡ് പാർട്ടി ആണെന്ന് വിചാരിച്ചു. അപ്പം അത് ഏത് ടൈപ്പിലുള്ള കവറേജ് ആണെന്ന് സ്റ്റോർ ചെയ്യേണ്ടത് കവറേജ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ്. ഇമ്മീഡിയറ്റ് ഈഫിൻ്റെ സിൻടാക്സ് ഒന്ന് മനസ്സിലാക്കാം. 3 ഭാഗങ്ങളാണ് ഇമ്മീഡിയറ്റ് ഈഫിനുള്ളത്. ഈഫിന് ശേഷം നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു. ഇനി ഈഫ് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഈഫിന് മുൻപാണ് നമ്മൾ കൊടുക്കുന്നത്. ഈഫിന് മുൻപ് കൊടുക്കുന്നത് വാല്യൂ ആണ്. ഇപ്പോൾ ഈ ഇൻഷുറൻസ് പ്ലാൻ തേർഡ് പാർട്ടി ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ലിമിറ്റഡ് കവറേജ് അപ്ലൈസ് എന്നായിരിക്കും. ഇനി കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും, അവിടെ ഫുൾ കവറേജ് എന്ന് റിട്ടേൺ ചെയ്യും. കോഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് ലിമിറ്റഡ് കവറേജ് അപ്ലൈസ് എന്നാണ്. അത് കറക്റ്റാണ്, കാരണം അത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്, അതിന് ഫുൾ കവറേജ് ഇല്ല. ഇവിടെ കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഈഫിന് ശേഷമുള്ള കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇനി കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഏത് വാല്യൂ റിട്ടേൺ ചെയ്യുക? ഈഫിന് മുൻപുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ഇതാണ് ട്രൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. ഇനി ഫോൾസ് ആണെങ്കിൽ എൽസിന് ശേഷമുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ടാണ് നമുക്ക് ലിമിറ്റഡ് കവറേജ് അപ്ലൈസ് എന്ന് ഇവിടെ പ്രിൻറ്റ് ചെയ്തത്. ഇൻഷുറൻസ് പ്ലാന് ഫുൾ എന്നാക്കി ചേഞ്ച് ചെയ്തു. എന്നിട്ട് കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. കോഡ് റൺ ചെയ്തു. അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്തത് ഫുൾ കവറേജ് എന്നാണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആയപ്പോൾ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഈഫ് ഹെൽപ്ഫുള്ളും ആണ്, അത് വളരെ റീഡബിളും ആണ്. ഇനി പൈത്തണിലെ 2 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒന്ന് ഓള്, 2 എനി. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് ഓളും എനിയും. ഇത് രണ്ടും പൈത്തണിലെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. ഓൾ ഫങ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാനുള്ള എക്സാമ്പിളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നമ്മുടെ ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആൾക്കാർക്ക് 2 തരത്തിലുള്ള റിന്യൂവൽ ഉണ്ട്. ഓക്കെ, ഒന്ന് പ്രീമിയം മെമ്പർ ആണെങ്കിൽ അവർക്ക് പ്രീമിയം റിന്യൂവൽ കൊടുക്കാം. അപ്പോൾ അവർക്ക് ഡിസ്കൗണ്ടഡ് റേറ്റ് കൊടുക്കാം. ഇനി പ്രീമിയം റിന്യൂവലിന് എലിജിബിൾ ആകണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, അയാൾക്ക് ഇപ്പോൾ കറൻ്റ്ലി ഒരു ക്ലെയിമും ഉണ്ടാകാൻ പാടില്ല.
അയാൾക്ക് വണ്ടിക്ക് ആക്സിഡൻറ്റ് പറ്റി എന്തെങ്കിലും ക്ലെയിം സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്ക് പ്രീമിയം റിന്യൂവൽ കിട്ടില്ല. അടുത്തതായി അയാൾ പ്രീമിയം മെമ്പർ ആയിരിക്കണം. മൂന്നാമതായി അയാൾക്കൊരു പോളിസി ഉണ്ടായിരിക്കണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പ്രീമിയം റിന്യൂവൽ എലിജിബിൾ ആണ്. അതുകൊണ്ട് അയാൾക്ക് ഒരു 10% ഡിസ്കൗണ്ട് കിട്ടും. ഇത് പല രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ നോക്കുന്നത് ഓൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ കണ്ടീഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ വാല്യൂസിനെല്ലാം കൂടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഈ 3 വാല്യൂസും കൊടുത്തു. അതിന് എലിജിബിലിറ്റി എന്ന ആ ലിസ്റ്റിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വാല്യൂസ് 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ആ 3ഉം ട്രൂ ആണ്. ഇനി നമ്മൾ പറയുകയാണ് ഇഫ് ഓൾ ഓഫ് എലിജിബിലിറ്റി. ഇതിൻ്റെ അർത്ഥം എലിജിബിലിറ്റി എന്ന് പറയുന്ന ലിസ്റ്റിലെ എല്ലാ വാല്യൂസും ട്രൂ ആണെങ്കിൽ അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അതിലേതെങ്കിലും ഒരു വാല്യൂ ഫോൾസ് ആണെങ്കിൽ എൽസിലേക്ക് പോകും. എന്നിട്ട് അതിൻ്റെ താഴെയുള്ളത് വർക്ക് ചെയ്യും. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ലിസ്റ്റ് തരും, അതിലെ എല്ലാ വാല്യൂസും ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എല്ലാം ട്രൂ ആണല്ലോ, അതുകൊണ്ടാണ് എലിജിബിൾ ഫോർ പ്രീമിയം റിന്യൂവൽ എന്ന് പ്രിൻറ്റ് ചെയ്തത്. എന്നാൽ ഇതിൽ ഒരു വാല്യൂ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഹാസ് നോ ക്ലെയിം എന്നുള്ളത് ഫോൾസ് ആക്കി. അയാൾക്കിപ്പോൾ ഓൾറെഡി ഒരു ക്ലെയിം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ഫോൾസായി. എന്നിട്ട് ഞാൻ കോഡ് റൺ ചെയ്യുമ്പോൾ നോട്ട് എലിജിബിൾ ഫോർ പ്രീമിയം റിന്യൂവൽ എന്നാണ് പറയുന്നത്. കാരണം അതിലെല്ലാ വാല്യൂസും എലിജിബിലിറ്റിയിലെ എല്ലാ വാല്യൂസും ട്രൂ അല്ല. അപ്പോൾ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ അല്ലേ. നമ്മളിങ്ങനെ നിരത്തി ഹാസ് നോ ക്ലെയിം ഈക്വൽ ടു ട്രൂ ആൻഡ് ഈസ് പ്രീമിയം മെമ്പർ ഈക്വൽ ടു ട്രൂ, ഈസ് വാലിഡ് പോളിസി ഈക്വൽ ടു ട്രൂ എന്നങ്ങനെ നിരത്തി എഴുതുകയാണെന്ന് അങ്ങനെ എഴുതുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അല്ലേ ഈ ഓൾ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 3 നമ്മൾ കൊടുത്തത്. ഇവിടെ 3 വാല്യൂ നമ്മൾ കൊടുത്തുള്ളൂ. ചിലപ്പോൾ റിയൽ പോളിസിയുടെ വാലിഡേഷനകത്ത് ചിലപ്പോൾ 25 or 30 കണ്ടീഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അടുത്തതായി എനി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഒരു കസ്റ്റമറിനെ അയാൾ കാറിൻ്റെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഡിസ്കൗണ്ടിന് എലിജിബിൾ ആണോ അല്ലേ എന്ന് നോക്കാനുള്ള കണ്ടീഷനാണ്. അപ്പോൾ 3 കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം. ഒന്ന്, അയാൾ ഫ്രീക്വൻറ്റ് കസ്റ്റമർ ആണോ എന്നുള്ളതാണ്. അയാൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് സ്ഥിരമായി ഇൻഷുറൻസ് പോളിസി വാങ്ങിക്കുന്ന ആളാണോ. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, ക്ലെയിം ഒന്നുമില്ലാത്ത ആളാണോ, 5 വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള കാറാണോ, അതാണ് 3ാമത്തെ കണ്ടീഷൻ. ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കൊടുക്കാമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെയും നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്രീക്വൻറ്റ് കസ്റ്റമർ, ഹാസ് നോ ക്ലെയിം, കാർ ഏജ് അണ്ടർ 5 എന്ന് പറഞ്ഞ 3 വാല്യൂസിനും കൂടെ നമ്മൾ എലിജിബിൾ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് പറയുകയാണ് ഇഫ് എനി ഓഫ് എലിജിബിൾ. എനി ഓഫ് എലിജിബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എലിജിബിൾ എന്ന് പറയുന്ന ലിസ്റ്റിലെ ഏതെങ്കിലും ഒരു വാല്യൂ ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെന്ന് അർത്ഥം. ലിസ്റ്റിൽ 3 വാല്യൂസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയിക്കഴിഞ്ഞാൽ ഈ എനി ഓഫ് എലിജിബിൾ എന്നുള്ളത് ട്രൂ ആക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പ്രിൻറ്റ് വർക്ക് ചെയ്യും. ഇനി അതല്ല കണ്ടീഷൻ ഫോൾസ് ആയിക്കഴിഞ്ഞാൽ എൽസിലേക്ക് പോകും. നമ്മുടെ എക്സാമ്പിളിൽ ഇയാൾ ഫ്രീക്വൻറ്റ് കസ്റ്റമറുമാണ്, കാർ പുതിയ കാറുമാണ്. അപ്പോൾ അത് രണ്ടും ട്രൂ ആണ്. അപ്പോൾ അതുകൊണ്ട് കാർ ഈസ് എലിജിബിൾ ഫോർ ഡിസ്കൗണ്ട് ഇൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അയാൾ ഫ്രീക്വൻറ്റ് കസ്റ്റമർ അല്ല എന്ന് വിചാരിക്കാം. എന്നാലും ഇവിടെ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. കാരണം അയാളുടെ കാർ 5 വർഷത്തിൽ താഴെ പഴക്കമുള്ളൂ. അപ്പോഴും അയാൾ എലിജിബിൾ ആയിരിക്കും. 3 കണ്ടീഷനും ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അയാൾ എലിജിബിൾ ആവില്ല. അപ്പോൾ പറയും കാർ ഇസ് നോട്ട് എലിജിബിൾ ഫോർ എ ഡിസ്കൗണ്ട് ഓൺ ഇൻഷുറൻസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഓർ യൂസ് ചെയ്ത് ഇങ്ങനെ നിരത്തി എഴുതേണ്ടി വരും. ഓർ യൂസ് ചെയ്ത് 3 കണ്ടീഷൻ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എനി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അവസാനമായി പാസ് എന്ന് പറഞ്ഞ കമാൻഡ് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ യൂസ്ഫുള്ളുമായിട്ടുള്ള ഒരു കമാൻഡാണ് പാസ്. നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്തോ കണ്ടീഷൻസ് എഴുതുന്ന സമയത്തോ ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമൊന്നുമല്ല, ജനറലായിട്ട് പൈത്തണിനകത്തുനിന്ന് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് പാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ കോഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു പ്ലേസ് ഹോൾഡർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ് യൂസ് ചെയ്യാറ്. ഇവിടെ സ്ക്രീനിൽ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഇഫ് കാർ ടൈപ്പ് ഈക്വൽ ടു കൺവേർട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺവേർട്ടബിൾ ടൈപ്പിലുള്ള കാറാണെങ്കിൽ ഒരു ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ആ ലോജിക്ക് എഴുതിയിട്ടില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് കോഡ് റൺ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും എഴുതണ്ടേ? ഒന്നും എഴുതിയില്ലെന്നുണ്ടെങ്കിൽ പൈത്തൺ കമ്പൈലർ പറയും ഇതിങ്ങനെ ഇഫിന് ശേഷം എൽസിൻ്റെ ഇടയ്ക്ക് ഒന്നും എഴുതിയില്ലെങ്കിൽ എറർ വരും എന്ന് പറയും. അപ്പോൾ അവിടെ ഒരു പ്ലേസ് ഹോൾഡർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കമാൻഡാണ് പാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പൈലറിനോട് പറയുകയാണ് ഇവിടെ ഞാൻ ഫ്യൂച്ചറിൽ കോഡ് എഴുതാനുള്ള സ്ഥലമാണ്, ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എററൊന്നും ജനറേറ്റ് ചെയ്യേണ്ട എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു കമാൻഡാണത്. സാധാരണ നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്തൊക്കെ കൊടുക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ പ്രോഗ്രാമിൽ കുറേ ക്ലാസ്സുകൾ എഴുതാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലാസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ താഴെ ഡിഫൈൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ക്ലാസിൻ്റെ പേര് കോളൻ ഇട്ട് അതിൻ്റെ താഴെ പാസ് എന്ന് എഴുതി വയ്ക്കും. ഇപ്പോൾ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് empty ആണ് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താ, കാർ ടൈപ്പ് ഈക്വൽ ടു കൺവേർട്ടബിൾ അല്ലേ. ഇനി ഇഫ് കാർ ടൈപ്പ് ഈക്വൽ ടു കൺവേർട്ടബിൾ ആണെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞുള്ളൂ, ഇവിടെ പാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പൈത്തൺ കമ്പൈലർ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓക്കെ പാസ് കണ്ടു, അതിനെ സ്കിപ്പ് ചെയ്യും, കോഡ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ empty ആയിട്ടുള്ള കോഡ് ബ്ലോക്കുകളെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ
നമുക്ക് എവിടെ വേണമെങ്കിലും പൈത്തൺ കോഡിനകത്ത് യൂസ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ് പാസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ നിങ്ങളെല്ലാവരും തയ്യാറായി കഴിഞ്ഞു അല്ലേ? കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമൻറ്റ് എഴുതാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.